മനോഹരമായ ഈ നിമിഷങ്ങളിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നമുക്ക് പങ്കുചേരാം. ഓ തമ്പുരാനെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ, ഞങ്ങളുടെ മേൽ ഓരോ നിമിഷവും അവിടുന്ന് വർഷിക്കുന്ന കൃപകളെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വാക്കുകൾ പോരാ. അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതം തന്നെ പോരാ നാഥ. അവിടുത്തെ കൃപകളെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? ബലഹീനമായ അധരങ്ങളോടും കുറവുകൾ നിറഞ്ഞ സമർപ്പണത്തോടും കൂടെ അവിടുത്തെ സന്നദ്ധിയിൽ ഈ സമയം ഞങ്ങൾ നിൽക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹം ഈ സ്വർഗീയമായ ആരാധനയിൽ നിറഞ്ഞൊഴുകണമേ. സത്യത്തിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ വന്ദിക്കുന്നു. സർവപ്രപഞ്ചത്തെയും ഓരോ നിമിഷവും കാത്തു പരിപാലിക്കുന്ന സ്നേഹമേ, അങ്ങേ ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് വന്ദനം ചൊല്ലുന്നു. യേശുവേ, അങ്ങേക്ക് മഹത്വം. സ്വർഗീയ പിതാവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങേക്ക് വന്ദനം. ഞങ്ങളങ്ങേ ഒന്ന് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ.
ചേർന്ന് അങ്ങേ വന്ദനം ചെയ്യുന്നു തമ്പുരാനെ. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു നാഥ. ഓ ദൈവമേ, അങ്ങേ ഞങ്ങൾ വന്ദിക്കുന്നു തമ്പുരാനെ. ഓ ദൈവമേ, അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. ഈ സ്വർഗീയമായ ആരാധനയിൽ അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം എഴുന്നള്ളി ഇറങ്ങുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു തമ്പുരാനെ. അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, അങ്ങേക്ക് സ്തുതി. യേശുവേ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിൻ അനന്തമായ സ്നേഹമേ, പരിശുദ്ധനായ താതനെ, സർവാദി ലോകപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനെ, അവിടുത്തെ മഹാത്മ്യം എത്ര വലുതാണ്, അവിടുത്തെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിൻ്റെ പാപഭംഗിലമായ വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങളെ വീണ്ടെടുക്കുവാനായി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് അവിടുന്ന് കടന്നു വന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ അവിടുന്ന് ഒരുക്കാമായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് പോലെ ഊമജന്തുക്കളുടെ ബലിയർപ്പണത്തിലൂടെ ഞങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള പദ്ധതി അവിടുന്ന് ഒരുക്കാമായിരുന്നു. കുറുപ്രാവിൻ കുഞ്ഞിനെയോ ആട്ടിൻകുട്ടിയെയോ അറുത്തുകൊണ്ട് വീണ്ടെടുപ്പിന്റെ പദ്ധതി നിർവഹിക്കാമായിരുന്നു. എന്നാൽ അപ്പാ, അപ്രകാരമുള്ള പദ്ധതികളിലേക്കൊന്നും പോകാതെ ഞങ്ങളെ വീണ്ടെടുക്കുവാനായി സ്വയം മനുഷ്യനായി അങ്ങിറങ്ങി വന്നുവല്ലോ. അവിടുത്തെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ്. ഞങ്ങളോടുള്ള അവിടുത്തെ കരുതൽ എത്ര വലുതാണപ്പാ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വവുമായി അങ്ങേ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവിടുന്ന് ഉൾക്കാഴ്ച നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലവുമായി അങ്ങേ കാണുവാനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. അപ്പാ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സ്വർഗീയമായ നിമിഷങ്ങളിൽ അവിടുത്തെ സ്നേഹത്തിന്റെ മധുരം നുണയാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തരണമേ തമ്പുരാനെ. തേനിലും മധുരമായ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ അപ്പാ. ഞങ്ങളുടെ സർവസ്വവുമേ, ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നീ എന്റെ സർവ്വവും, നീ എനിക്കുള്ളതാ. നീ എന്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവനിൻ പേർക്കായി തന്നതിനാ. നീ എന്റെ
രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. അവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം ഞങ്ങൾ രുചിച്ചറിയുന്നു തമ്പുരാനേ. കർത്തൻ അവിടുത്തെ കൃപകളുടെ മാധുര്യം എത്ര വലുതായെന്ന് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനേ. അവിടുത്തെ നടത്തിപ്പ്, അവിടുത്തെ സ്നേഹം, അവിടുത്തെ കൃപകൾ എത്രമാത്രം മഹനീയമാണ് തമ്പുരാനേ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. തമ്പുരാനേ, ഈ മനോഹരമായ നിമിഷങ്ങളിൽ അവിടുത്തെ സ്നേഹത്തിന്റെ കുളിര് ഞങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. അപ്പാ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, നീ ഞങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ തമ്പുരാനെ. ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ നിശ്ചയമായും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കടന്നു വരുമ്പോൾ എല്ലാ അന്ധകാര സ്വാധീനങ്ങളും വിട്ടുപോകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ സാന്നിധ്യം കടന്നു വരുമ്പോൾ എല്ലാ പാപത്തിന്റെ പ്രേരണകളും മാറിപ്പോകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുത്തെ സാന്നിധ്യം കടന്നു വരുമ്പോൾ സാത്താന്റെ ശക്തികൾ ഓടിയകലുന്നതായി ഞങ്ങൾ കാണുന്നു. അവിടുത്തെ സാന്നിധ്യം അഭിഷേകമായി നിറയുമ്പോൾ രോഗപീഠകൾ വിട്ടുപോകുന്നത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഓ തമ്പുരാനേ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് അഭിഷേകമായി വന്ന് നിറയണമേ. ഹൃദയത്തിന്റെ അകതാരിൽ നിന്ന് തേനിലും മധുരമായ അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പാ. ഞങ്ങൾ സ്തുതിക്കുന്നു തമ്പുരാനേ. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തേനിലും മധുരമാ, തേനിലും മധുരമാ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. വസിച്ചു നോക്കി വസിച്ചു നോക്കി ഞാൻ കർത്തൻ വചനത്തിൽ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യമാ. വസിച്ചു നോക്കി നിൻ വചനത്തിൽ. വസിച്ചു നോക്കി ഞാൻ കർത്തൻ വചനത്തിൽ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യമാ. നിന്റെ വചനത്തിൽ ഞങ്ങൾ വസിക്കുമ്പോൾ തമ്പുരാനെ, അവിടുന്ന് ഒരുക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ വചനത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ തമ്പുരാനെ, അവിടുന്ന് ഒഴുക്കുന്ന കൃപകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. തമ്പുരാനെ, നിന്റെ വചനത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തുന്നു. വസിച്ചു നോക്കി ഞാൻ കർത്തൻ വചനത്തിൽ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യമാ. വസിച്ചു നോക്കി ഞാൻ കർത്തൻ വചനത്തിൽ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യമാ. വസിച്ചു നോക്കി ഞാൻ കർത്തൻ വചനത്തിൽ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യമാ. വചനത്തിൽ ഞങ്ങൾ ചേർന്ന് വസിക്കട്ടെ. വസിച്ചു നോക്കി ഞാൻ
തമ്പുരാനെ, അവിടുത്തെ സ്നേഹത്തിൽ വസിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ സകല വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാൻ അവിടുന്ന് അവർക്ക് കൃപ നൽകി. 12 അപ്പോസ്തലന്മാരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. അപ്പോസ്തലന്മാർ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം തൊട്ടറിയാൻ അവിടുന്ന് കൃപ നൽകി. ശൗലായിരുന്നു കൊണ്ട് ക്രിസ്തു സഭയെ പീഡിപ്പിച്ചു നടന്ന് പൗലോസിനെ ഓർക്കുന്നു. അങ്ങയുടെ തീഷ്ണവാനായ അപ്പോസ്തലനായി പൗലോസായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയതിന് ശേഷം ദമസ്കസിന്റെ പടിവാതിൽ മുതൽ അങ്ങോട്ട് അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം രുചിച്ചറിയാൻ അവിടുന്ന് കൃപ നൽകി. അവിടുത്തെ പാദാന്തിയെ കവിണ്ണു വീണ് കണ്ണുനീരുകൊണ്ട് അവിടുത്തെ പാദം കഴുകിയ പാപിനിയായ സ്ത്രീക്ക് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാൻ അവിടുന്ന് അഭിഷേകം നൽകി. ഓ തമ്പുരാനെ, പാപത്തിന്റെ പടുകുഴിയിൽ പട്ടുകിടന്നിരുന്ന ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ രുചി അനുഭവിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതിനായി അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തമ്പുരാനെ, എത്ര മധുരമാ അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കുന്ന അനുഭവം. എത്ര സ്വാതന്ത്ര്യമുള്ള തലമാണ്. ഞങ്ങളത് തിരിച്ചറിയുന്നു, ഞങ്ങളത് അനുഭവിക്കുന്നു. തേനിലും മധുരമായ തമ്പുരാനെ, അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് വസിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യം, ആ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, ആ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്ന ജീവൻ, ആ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്ന വിടുതൽ. അപ്പാ, ഞങ്ങളത് അനുഭവിക്കുന്നു തമ്പുരാനെ, ജീവിക്കുന്നു. അപ്പാ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു തമ്പുരാനെ, നിന്റെ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. അപ്പാ, വാത്സല്യമേ, അമ്മയേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹമേ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ മറക്കില്ലെന്ന് അരുളി ചെയ്ത സ്നേഹത്തിന്റെ നായക, ഈ ലോകത്തിൽ സ്നേഹം തേടി ഞങ്ങൾ എത്രയോ അലയുന്നു. ലോകത്തിന്റെ സ്നേഹങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഞങ്ങൾ ചിലവഴിക്കുന്നു. എന്നാൽ അപ്പാ, അങ്ങ് തരുന്ന സ്നേഹത്തിന്റെ ആഴവും പരപ്പും തിരിച്ചറിയാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. ലോകം തരുന്ന സ്നേഹമാണ് വലുതായെന്ന് കരുതി വീണ്ടും വീണ്ടും ആ സ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയം വെക്കുമ്പോൾ ആ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ശൂന്യത മാത്രം അനുഭവപ്പെടുന്നു. അപ്പാ,
ഇന്ന് അവിടുത്തെ സ്നേഹത്തിന്റെ രുചി ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹ കടലിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ഒന്ന് ആരാധിക്കട്ടെ തമ്പുരാനെ. ഞങ്ങൾ അങ്ങേ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ തമ്പുരാനെ. ഓ ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ടെറിഞ്ഞുകൊണ്ട്, പാപത്തിന്റെ സുഖത്തെ വിട്ടെറിഞ്ഞുകൊണ്ട്, ഈ ലോകം നൽകുന്ന സാന്ത്വനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹക്കടലായ തമ്പുരാനെ, സ്നേഹ സമുദ്രമായ അപ്പാ, നിന്നെ ഞങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ആരാധിക്കുന്നു, ആരാധിച്ചിടും ഞാൻ തമ്പുരാനെ. അങ്ങേ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടും ഞാൻ ലോകത്തിൻ സൃഷ്ടാവേ, ആത്മനാഥ ആരാധന. ആരാധിക്കുന്നു ദൈവമേ. ആരാധിച്ചിടും ഞാൻ ലോകത്തിൻ സൃഷ്ടാവേ, ആത്മനാഥ ആരാധന. ജീവന്റെ ഉറവേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടും ഞാൻ ലോകത്തിൻ സൃഷ്ടാവേ, ആത്മനാഥ ആരാധന. ജീവന്റെ ഉറവയായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചിടും ഞാൻ ജീവന്റെ ഉറവയെ, ജീവനാഥ ആരാധന. ജീവന്റെ ഉറവിടമായ തമ്പുരാനെ, ആരാധിച്ചിടും പ്രപഞ്ചത്തിൽ ജീവന്റെ കണികകൾ സൃഷ്ടിച്ച ദൈവമേ, ജീവനാഥ ആരാധന. അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായി മെനഞ്ഞ തമ്പുരാനെ, ആരാധിച്ചിടും ഞാൻ ജീവന്റെ ഉറവയെ, ജീവനാഥ ആരാധന. സൗഖ്യമാകുന്ന ദൈവമേ, ആരാധിച്ചിടും ഞാൻ സൗഖ്യമാം ദൈവമേ, സ്നേഹനാഥ ആരാധന. സൗഖ്യമായ ദൈവമേ, അങ്ങേക്ക് ആരാധന. ഓ തമ്പുരാനെ, അവിടുത്തെ സൗഖ്യം ഈ സമയം വർഷിക്കണമേ. ഈ സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക മക്കളിലേക്ക് സൗഖ്യത്തിന്റെ ഉറവ അവിടുന്ന് വർഷിക്കണമേ. രോഗത്തിന്റെ ബന്ധനങ്ങളിൽ കഴിയുന്ന, കെട്ടുകളിൽ കഴിയുന്ന, അസ്വസ്ഥതയുടെ ബന്ധനങ്ങളിൽ കഴിയുന്ന, കെട്ടപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങളിലേക്ക് യേശുവേ സൗഖ്യം വർഷിക്കട്ടെ. വിടുതൽ നടക്കട്ടെ, സ്വാതന്ത്ര്യം നടക്കട്ടെ. യേശുവേ, ഞങ്ങളൊന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. We praise you, Jesus. We worship you, Almighty Lord. We adore you, Jesus. ഓ ദൈവമേ, സർവ്വസ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന്, സർവ്വമാലാഖാഗണങ്ങളോടും ചേർന്ന്, സത്യത്തിന്റെ ദൈവമേ, സ്വാതന്ത്ര്യത്തിന്റെ ദൈവമേ, വചനമാകുന്ന ദൈവമേ, സൃഷ്ടാവാകുന്ന ദൈവമേ, രക്ഷകനായ തമ്പുരാനെ, പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന നാഥനെ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു തമ്പുരാനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയമായ ഈ ശുശ്രൂഷയിൽ അവിടുത്തെ കൃപ വർഷിക്കുന്നതിനായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.